ഞങ്ങളുടെ പാർട്ടി 64-ൽ CPM ആകുമ്പോൾ ചൈനീസ് ചാരന്മാരെന്ന് പറഞ്ഞ് നിരോധിക്കപ്പെട്ട പാർട്ടിയല്ലേ? അല്ല, നിരോധിക്കപ്പെട്ട പാർട്ടിയല്ലേ? ആ പാർട്ടി അതിന് ശേഷം 1975 അടിയന്തരാവസ്ഥ കൂടി നിരോധിക്കപ്പെട്ടില്ല, ജയിലിപ്പോയില്ലേ? പാർട്ടി അതെല്ലാം പ്രതിസന്ധി അഭിമുഖീകരിച്ചു, എത്രയോ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. ഇതാണ് പുതിയ കാര്യമാണ് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുന്നത്, പഞ്ചായത്തുകൾ പരാജയപ്പെടുന്നത്. പരാജയവും അല്ലെ വിജയവും അല്ലല്ലോ CPMൻ്റെ അടിസ്ഥാനം. CPMൻ്റെ അടിസ്ഥാന ആശയങ്ങളാണ്, നിലപാടുകളാണ്. അത് വ്യക്തതയുണ്ട്. ആ നിലപാടുകളും ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് CPMനുണ്ട്. ആ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അതിജീവിച്ച് അതിവേഗം CPM ശക്തി പ്രാപിക്കും, ഒരു സംശയം വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം വന്നപ്പോൾ കേരളത്തിൽ CPM ഒലിച്ചുപോയി എന്നൊന്നും നിങ്ങൾ കാണണ്ട. CPMൻ്റെ അടിത്തറയിൽ ഒരു പോറലുണ്ടാക്കാൻ ഒരാൾക്ക് കഴിയില്ല. അത്രമാത്രം സുശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ CPM. അതിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കുറച്ച് വോട്ട് UDFനും അങ്ങോട്ട് അനുകൂലമായി പോയി എന്നതിനപ്പുറം അസംബ്ലി തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് ഇലക്ഷൻ കാണാം.